ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഒരു ശീതസമരവുമില്ല. മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം നന്നായി നടത്തണമെങ്കിൽ പോലീസിൻ്റെ സഹായമില്ലാതെ പറ്റില്ല. അതിൽ പോലീസിൻ്റെ സഹായം അടിയന്തരമായി കൂടിയേ തീരൂ. അത് പരമാവധി അവർ തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഈ പാർക്കിങ്ങുമായി ഇപ്പം നമുക്ക് ഈ എരുമേലിയിലും പിന്നെ അവിടെയൊക്കെ പിടിച്ചിടേണ്ടി വരുന്നു എന്ന് പറയുന്നു, ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നിലയ്ക്കലിൽ പാർക്കിംഗ് വലിയ വാഹനങ്ങൾ നിറയുമ്പോഴാണ്, അല്ലേ? നിലയ്ക്കൽ ഇപ്പോൾ 7000-ഓളം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അവിടെ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളെയും നമ്മൾ വച്ചിട്ടുണ്ട്. പോലീസുണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്ന ജീവനക്കാരുണ്ട്. അത് കൃത്യമായൊരു ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ഇത് വന്നപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് നിലയ്ക്കലെത്തി അവിടെ വെച്ചൊരു ക്രമീകരണം ഉണ്ടാക്കി. ഒരു 500-ലധികം, ഏതാണ്ട് ഒരു 750-800 പാർക്കിംഗ് താൽക്കാലിക സംവിധാനം കൂടി നമ്മൾ ക്രമപ്പെടുത്തി. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്താ? നിലയ്ക്കലിൽ വാഹനങ്ങൾ നിറയുകയാണ്, അല്ലേ? അപ്പം ഞങ്ങൾ ഈ പമ്പ ഹിൽ ടോപ്പ്, ചക്കുപാലം 1ഉം 2ഉം, പമ്പ ഹിൽ ടോപ്പ് നന്നായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ചക്കുപാലം 1ഉം 2ഉം കഴിഞ്ഞ പ്രളയത്തിൽ ഉള്ള സാധനങ്ങൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ പമ്പ ഹിൽ ടോപ്പിൽ നിരോധനം ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് പാർക്കിംഗ് അനുവദിച്ചു കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് തന്നെ ഈ പമ്പ ഹിൽ ടോപ്പിൽ ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞങ്ങൾ വീണ്ടും ബോർഡ് കൂടി ഈ 2500 വാഹനങ്ങൾക്ക് കൂടി പാർക്കിംഗ് ഹിൽ ടോപ്പിൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും റിവ്യൂ ഫയൽ ചെയ്തു. അത് ഇതുവരെ കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ സത്യത്തിൽ ഈ 2500 വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ഇവിടേക്ക് വന്നാൽ അവിടെ 2000-ഓളം വാഹനങ്ങൾക്ക് നിലയ്ക്കലിൽ അധികമായി ചെയ്യാൻ സാധിക്കും. ആ 2000 വാഹനങ്ങൾ കൂടി നിലയ്ക്കലിൽ ക്രമീകരിക്കാൻ പറ്റിയാൽ ഈ പറയുന്ന എരുമേലിയിലും കോട്ടയത്തൊന്നും പിടിച്ചിടേണ്ടി വരില്ല. എല്ലാം പ്രശ്നമാണല്ലോ. മനുഷ്യാവകാശം എന്ന് പറയുന്നൊരു പ്രശ്നമാണല്ലോ. പോലീസിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വിമർശിക്കുമ്പോഴും അങ്ങനെ ഏതെങ്കിലും ഭക്തരെ അപ്പുറത്തേക്ക് പെരുമാറിയാൽ പിന്നെ ഒരു മനുഷ്യാവകാശ ധ്വംസനവും ലംഘനമൊക്കെ ആയില്ലേ? പോലീസിനും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ ഇതൊക്കെ ക്രമീകരണം നടത്താൻ പറ്റൂ? എല്ലാവരും മനുഷ്യരല്ലേ? മനുഷ്യന് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളെല്ലാം പോലീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പോലീസ് അതൊക്കെ ഭയക്കുന്നുണ്ടാവുമല്ലോ. കാരണം വിശ്വാസികളെ വളരെ സൗഹാർദ്ദപരമായി സ്വീകരിക്കണമെന്നുള്ളൊരു സമീപനം കോടതിക്കൊന്നും ഉണ്ടല്ലോ, സ്വാഭാവികമല്ലേ? അപ്പോൾ അത് ലംഘിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു മനോഭാവം പോലീസിനുണ്ടാവും. അപ്പം അതിന് പോലീസിന് പരിമിതിയുണ്ട് അതിലൊക്കെ. ചെറിയ ഏലക്കായ്ക്കകത്ത് കീടനാശിനി ഉണ്ടാവേണ്ട അരവണ വയ്ക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ പ്രായോഗികമായി കാര്യങ്ങളെ വിലയിരുത്താനുള്ള കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ, വിധികളൊക്കെ തീർത്ഥാടന കാലത്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കോടതിയുടെ നിരന്തരമായ ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് പരമാവധി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. സംശയമൊന്നുമില്ല. കോടതി അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു സങ്കടമുള്ളത് അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. ഏതാണ്? ഈ പാർക്കിംഗ് പ്രശ്നം. അത് പരിഹരിക്കുവാൻ വേണ്ടി 1 വർഷമായി ദേവസ്വം ബോർഡ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ട് പരിഹാരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം 2 ആഴ്ച മുമ്പ് ഉണ്ടായപ്പോൾ വീണ്ടും ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ നൽകി. അപ്പോഴും കോടതി അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. KSRTC ബസ്സുകൾക്ക് പാർക്കിംഗ് സൗകര്യം കൊടുക്കാമെങ്കിൽ ചെറിയ വാഹനങ്ങൾ കൊടുക്കാമല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പഴയതുപോലെ അല്ല. എല്ലാ വീട്ടിലും ഒരു കാർ ഇപ്പോൾ ഉണ്ട് ഏകദേശം, അല്ലേ? പഴയതുപോലെ അല്ല. 2-3 വർഷത്തിനിടയ്ക്ക് വാഹനങ്ങളുടെ എണ്ണം അമിതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരാളായാലും 2 ആളായാലും 3 ആളായാലും കാർ എടുത്തിട്ടാണ് വരുന്നത്. പൊതുവെ ആളുകളിലേക്ക് വാർത്തകളും മറ്റു കാര്യങ്ങളും എത്തുമ്പോൾ ബോർഡും സർക്കാരുമാണ് പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ KSRTC കൊള്ളയടിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളാണ് ആളുകൾക്കിടയിൽ നടക്കുന്നത്. വസ്തുതാപരമായി കോടതിയുടെ ഇടപെടലാണോ പമ്പയിൽ പാർക്ക് ചെയ്തത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ അങ്ങനെ കോടതിക്കെതിരായെന്ന് പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ കോടതിക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കാര്യം അടിസ്ഥാനപരമായി ഈ കാര്യത്തിൽ കുറച്ചുകൂടി
കോടതി അനുകൂലമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ റിവ്യൂ പെറ്റീഷൻ പെൻഡിങ്ങിലാണ്. അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കോടതി. തൊട്ടടുത്ത ദിവസം തന്നെ കേൾക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതൊന്ന് അനുകൂലമായി ഞങ്ങൾക്ക് വിധി തന്നാൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടും.